Welcome to yet another episode of Narrations with Meera Nair. Today with us we have Kailas Menon, a music composer. പക്ഷേ അതിനു മുൻപേ എനിക്ക് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ജീവാംശമായി എന്നുള്ളൊരു അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം. അത് ആദ്യൊരു വാക്ക് കേട്ടാൽ തന്നെ എനിക്കൊന്നും മറ്റെവിടെയും നമ്മൾ അതുവരെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഏറ്റവും അധികം നമ്മൾ സംസാരിക്കപ്പെടുകയെങ്കിലും ചെയ്തിട്ടുള്ള ഒരു കമ്പോസർ, ഏറ്റവും അധികം സ്നേഹിക്കുകയും ആരാധിക്കുകയും കേരളത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിന് പുറമേ ഉള്ള ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ് ഇൻസൈഡ് ഔട്ട് ആണ് ഇന്ന് നമ്മുടെ നെക്സ്റ്റ് ഗസ്റ്റ്. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു നറേഷൻസ് വിത്ത് മീര നായർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. എനിക്ക് എന്താ പറയുക, അത്രയധികം ഈസി ആയിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ഞാൻ റെഡിയാണ് വരാലോ എന്തെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഐ വാസ് സോ പ്ലീസ് ആൻഡ് ഫ്ലാഷ് ലൈക്ക് ഹംബിൾ, ബിക്കോസ് ഇത്രയും തിരക്കുള്ള ഒരു വ്യക്തി ഇത്രയധികം ഇങ്ങനെ ഓടിപ്പിടിച്ചൊക്കെ വരാമെന്ന് പറയുന്നു ഈ ഒരു ചെറിയൊരു ഷോയിലേക്ക്. അതിൽ തന്നെ ഐ എം സോ ഹംബിൾഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അങ്ങനെ ഒരു 16-കാരൻ സ്നേഹത്തോടൊരു മ്യൂസിക് ആൽബം തുടങ്ങി. അത് എന്താണ് ആൽബത്തിൻ്റെ പേര്? സ്നേഹത്തോടെ. പക്ഷെ അന്ന് ആ ഒരു 16-കാരന് അത്രയധികം ഒരു വിചാരിച്ച റെസ്പോൺസ് കിട്ടിയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ 16 വർഷങ്ങൾക്കിപ്പുറം കൈലാസ് മേനൻ എന്ന മ്യൂസിക് കമ്പോസർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് യങ് മ്യൂസീഷ്യൻസ് ഉണ്ട് ഇപ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്ന ആ കൈലാസ് മേനൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും അധികം മനസ്സ് നിറഞ്ഞ ഒരു മൊമെൻറ്റ് ഈ 16 വർഷത്തിൽ ഏതാണെന്ന് ഒന്ന് ഷെയർ ചെയ്യാമോ? ഒരുപാട് മൊമെന്റ്സ് ശരിക്കും 16 വർഷമല്ല, 16ാമത്തെ വയസ്സിലാണ് ഫസ്റ്റ് മ്യൂസിക് ആൽബം ഇറങ്ങുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കൊന്നൊരു 20 years ആയി. അതെ. അപ്പോൾ അതിൽ ഈ മൊമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്റ്റ് ആ ആൽബം ഇറങ്ങുന്നത് വലിയൊരു കാര്യമായിരുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ ഒക്കെ ഒരു രീതി അനുസരിച്ച് നമുക്കൊരു സംഭവം ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ അത് ഇറക്കി അത് എത്തിക്കുക എന്നുള്ളത് ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് എനിക്കൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ല. അച്ഛനും അമ്മയൊക്കെ കംപ്ലീറ്റ്ലി വേറെ മേഖലയിലുള്ളവരാണ്. അപ്പോൾ അന്ന് ആ ആൽബം ഇറക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടി. ഓൾമോസ്റ്റ് റെക്കോർഡ് ചെയ്ത് 15ാമത്തെ വയസ്സിൽ അത് കമ്പോസ് ചെയ്യും, റെക്കോർഡൊക്കെ ചെയ്ത് 16ാമത്തെ വയസ്സിലാണ് ഇറങ്ങുന്നത്, റിലീസ് ചെയ്യുക. അപ്പോൾ ആ ഒരു 1 year ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇറങ്ങി. അപ്പോൾ ആ ഇറങ്ങിയ മൊമെന്റ് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് മൊമെന്റ് ആയിരുന്നു. അതേപോലത്തെ ഒരു അനുഭവം പിന്നെ എനിക്ക് ഉണ്ടായത് തീവണ്ടിയിലത്തെ പാട്ട് ഇറങ്ങുമ്പോഴാണ്. അതെ, 2018. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മൾ അന്ന് ആൽബം ഇറങ്ങിയ ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്രയായിരുന്നു. ലൈക്ക് മൂവി ചെയ്യാന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് നാളെടുത്തു. ഞാൻ അഡ്വർടൈസ്മെന്റ്സിന് മ്യൂസിക് ഒരുപാട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫിലിമിന് നമുക്ക് അവസരം കിട്ടുക എന്നുള്ള അത്ര എളുപ്പമല്ലോ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു അവസരം, ഒരു പാട്ട് ആദ്യമായി നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സോങ് ചെയ്യുക, ആൾക്കാർ കേൾക്കുക, നമ്മുടെ മ്യൂസിക് ഇഷ്ടപ്പെടുക. ആഡ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മളാ ചെയ്തതെന്ന് ഒരിക്കലും അറിയുന്നില്ല. പിന്നെ അതിന് ലിമിറ്റേഷൻസ് ഉണ്ട് ആഡ്സ് ചെയ്യുമ്പോൾ മ്യൂസിക്കിനൊക്കെ. നമ്മുടെ ക്രിയേറ്റീവ് ഫ്രീഡം മാത്രമല്ല, ഒരു ബ്രാൻഡിന് വേണ്ടിയുള്ള മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പാട്ട് ഇറങ്ങി ആൾക്കാരിൽ എത്തുക എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതങ്ങനെ ഫസ്റ്റ് തീവണ്ടിയിലത്തെ ജീവാംശമായല്ല, അതിന് മുമ്പ് താദിനം എന്നുള്ളൊരു സോങ് ആണ് ആദ്യം ഇറങ്ങുന്നത്. അത് ആദ്യമായിട്ട് ഇറങ്ങുന്ന നിമിഷം വരെ അത് ഇറങ്ങുന്നുള്ളൊരു ഉറപ്പ് എനിക്ക് ഇല്ലാതിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് പ്രാവശ്യം പല വർക്കുകളും നമ്മൾ ചെയ്തിട്ട് ഇറങ്ങാതെ ഇരിക്കുകയും അതുപോലെ പ്രൊജക്റ്റ് ഓൺ ആവാതെ പോകും, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സോങ് ആണെങ്കിൽ പോലും ചെയ്ത് കഴിഞ്ഞത് ഇറങ്ങി റിലീസായെന്ന് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതായിരിക്കും ചിലപ്പോൾ ഏറ്റവും സ്പെഷ്യൽ. അതെ, അതും ഇറങ്ങുമ്പോഴും സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയില്ലെന്ന് പോലും നമുക്കൊന്നും അറിയില്ല. നമ്മുടെ വർക്ക് എവിടെയെങ്കിലും എത്തുമില്ലെന്നൊന്നും ഒരു പിടിയില്ല. ബട്ട് സ്റ്റിൽ ആ ഇറങ്ങുക എന്നുള്ളത് പോലും എനിക്ക് വലിയൊരു കാര്യമായിരുന്നു ആ സമയത്ത്. അത് തന്നെയാണ് എനിക്ക് ആ ഒരു പോയിന്റ് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പം ഡയറക്ടർ, മ്യൂസിക് കമ്പോസർ, ഓഡിയൻസ്, ഈ 3 ആൾക്കാരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവരൊന്ന് മ്യൂസിക് കമ്പോസർ ആസ് യുവർ സെൽഫ്, നമുക്ക് ഈ 3 പേരെയും ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ, അത് ഒന്നുമില്ലാത്തത് നമ്മളൊരു സംഭവത്തിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് എത്തിക്കുമ്പോൾ ഒരുപാട് തോട്ട്സ് ഉണ്ടാവും. നമുക്ക് ഡയറക്ടറിനെ ഇത് ഒന്ന് നമുക്ക് പ്ലീസ് ചെയ്യേണ്ടി വരും. നമുക്ക് സ്വയമേ നമ്മുടെ വർക്കിനെ നമുക്ക് തന്നെ ഒരു ഇത് കൊടുക്കണം. പോരാത്തിന് ഓഡിയൻസ് എന്ന് പറയുന്ന വലിയൊരു ആൾക്കാർ, വളരെ വെയിറ്റേജുള്ള ആൾക്കാർ നിൽക്കുന്നു. അപ്പം ഇവരെല്ലാവരെയും ഒരുമിച്ചിരിക്കാൻ ആസ് ഒരു കൈലാസ് മേനൻ എന്ന മ്യൂസിക് കമ്പോസർ എടുക്കുന്ന ചില ഹോംവർക്കുകൾ, അതായത് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിന്നേ പറ്റുള്ളൂ. എൻ്റെ വർക്കുകൾ 1500 പാട്ടുകൾ ഇറങ്ങുന്നു, അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ചില ഹോംവർക്കുകൾ എന്തൊക്കെയാണ്? അത് ഞാനിപ്പോൾ മൂവി ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ പോലും ഞാൻ ചെയ്തിരുന്ന ഒരു മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇറങ്ങുന്ന മ്യൂസിക് അനലൈസ് ചെയ്യുക, അങ്ങനെ ഒരു സംഭവം ചെയ്യാറുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടൊരു പാട്ട് ശ്രദ്ധിക്കപ്പെട്ടു, എന്തുകൊണ്ടത് ഹിറ്റായി, എന്തുകൊണ്ടത് ശ്രദ്ധിക്കപ്പെടാതെ പോയി, ആ പാട്ടിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ നല്ല വശങ്ങൾ, എന്താണ് എന്തൊക്കെയാണ് അതിൻ്റെ പോരായ്മകൾ,
ഇതൊക്കെ അനലൈസ് ചെയ്യുമായിരുന്നു ഒരുപാട്. അങ്ങനെ അത് പണ്ടുപോലെ ചെയ്യുമായിരുന്നു, പണ്ടുപോലെ ഇറങ്ങുന്ന സോങ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പം മറ്റ് പാട്ടുകൾ സ്വന്തമായിട്ട് ഡെഫിനറ്റ്ലി നമ്മൾ അതൊക്കെ ആ അനലൈസ് ചെയ്യുന്നതിലും ആ നമ്മുടെ മ്യൂസിക്കോ നമ്മുടെ ആർട്ടൊന്നും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് നമ്മളിൽ നിന്ന് മാത്രം വരുന്നതായിരിക്കണം എന്നില്ല, നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുമല്ലോ. നമ്മൾ കാലാകാലങ്ങളായി കേട്ടും കണ്ടും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്ന ആർട്ടിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിലും ഇൻസ്പിറേഷനിലും നമ്മുടെ ഒരു വേർഷനായിട്ട് പുതിയൊരു സംഭവം വരുന്നതായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. എല്ലാ ആർട്ടും അങ്ങനെ ഇരിക്കും. കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് ജനിച്ചിരുന്നെങ്കിൽ നമ്മുടെ മ്യൂസിക് ഒരിക്കലും ഇങ്ങനത്തെ മ്യൂസിക് ആവില്ലല്ലോ ചിലപ്പം. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പം ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പോൾ ആ ഇൻഫ്ലുവൻസിൽ തന്നെ എങ്ങനെ നല്ല രീതിയിൽ അത് ഇൻഫ്ലുവൻസ്ഡ് ആകപ്പെടാം, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഈ പറഞ്ഞ പോലെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. ചിലപ്പം പലപ്പോഴും ക്ലയൻറ്റിന് അല്ലെങ്കിൽ ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്ന മ്യൂസിക് നമുക്ക് ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടി വരാം. ചില സമയങ്ങളിൽ നമ്മൾ ഓഡിയൻസിന്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് അവർക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കണം. എല്ലാം കൂടെ കഴിഞ്ഞിട്ടാണ് ഒരു ഔട്ട്പുട്ട് പ്രൊഡക്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തെ ഒരു ഫാക്ടർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഈ സംഭവം ക്ലിക്ക് ആവുന്നു, ഇത് വർക്കാവില്ല ആവുന്നു ഒന്നും നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എങ്കിൽ എല്ലാവരുടെയും ആർട്ട് എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കണം. എല്ലാ വർക്കുകളും ഹിറ്റാവുകയോ അല്ലെങ്കിൽ വലിയ റീച്ച് കിട്ടുമോ അങ്ങനെയൊക്കെ ഉണ്ടാവണം. അങ്ങനെ ഒരിക്കലും ആർക്കും സംഭവിക്കാറില്ലല്ലോ. അപ്പോൾ അതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിലത്തെ ഏറ്റവും മാക്സിമം ടൈം ഈ അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ആവുന്നെങ്കിൽ അത്രയും. പിന്നെ ഇത് വേറെ നമ്മുടെ മാത്രം, നമ്മളിപ്പം ഫിലിം മ്യൂസിക് ആണ് ചെയ്യുന്നതെങ്കിൽ അതൊരിക്കലും നമ്മുടെ മാത്രം നമ്മൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വിചാരിക്കുന്ന റീച്ചിൽ എത്തണം എന്ന് നിർബന്ധമൊന്നുമില്ല. അത് ഒരുപാട് പേരുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഒരു മാജിക് ഉണ്ടാകുമ്പോഴാണ് ഇത് പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നത്. ബ്യൂട്ടിഫുൾ. എനിക്ക് ഈ നമ്മുടെ ഒരു പാട്ട് സൃഷ്ടിക്കപ്പെടുമ്പോൾ ശരിക്കും സോങ് റൈറ്ററിൻ്റെ വരികൾക്ക് ഒരു ജീവൻ കൊടുക്കാൻ തന്നെയുള്ളൊരു ഒരു ശക്തിയുണ്ട് ഈ പറയുന്നൊരു മ്യൂസിക് കമ്പോസറിനെ സംബന്ധിച്ച്. അപ്പം വിച്ച് മീൻസ് ആ ഒരു മ്യൂസിക് കമ്പോസറിൻ്റെ ജേഡ് ഈസ് ദാറ്റ് വെരി സ്ട്രോങ്, സോ സ്ട്രോങ് ദാറ്റ് അത് അത്രയും ഉള്ളിൽ തട്ടിയാണ് ആൾക്കാർ കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ എങ്ങനെയാണ് താങ്കൾ ആ ഒരു മ്യൂസിക് കമ്പോസറിനെ ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് മ്യൂസിക് കമ്പോസറിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഔട്ട് ഓഫ് യുവർ എക്സ്പീരിയൻസ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് ശരിക്കും ഒരു ബർത്ത് കൊടുക്കുന്ന പോലെ തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത്. നമ്മൾ ഔട്ട് ഓഫ് നോവെയർ ആണ് നമ്മളൊരു സംഭവം ക്രിയേറ്റ് ചെയ്യുക. ഇപ്പം വരികൾ ആദ്യം തന്നിട്ട് മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, വരികളെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് ഉണ്ടെന്ന് പറയാം. പലപ്പോഴും പക്ഷേ മെജോറിറ്റി ഓഫ് ദി ടൈം നമ്മൾ ചെയ്യുന്നത് മ്യൂസിക് ചെയ്തതിന് ശേഷമായിരിക്കും വരി ചെയ്യുക അല്ലെങ്കിൽ വരികൾ എഴുതിക്കുന്നത്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മോർ ദാൻ 30 years ആയിട്ട് ഏറ്റവും കൂടുതൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്പോഴും സാധാരണ ആൾക്കാർക്ക് അധികം പേർക്ക് അറിയില്ല, പക്ഷെ ഒരു 90s ഓൺവേർഡ്സ് എങ്കിലും ആദ്യം ട്യൂൺ തന്നെയാണ് ചെയ്യാറുള്ളത് മെജോറിറ്റി ഓഫ് ദി ടൈം. വല്ലപ്പോഴും മാത്രമായിരിക്കും ചിലപ്പം വല്ല പ്രത്യേക കാരണങ്ങളുണ്ടെങ്കിലായിരിക്കും മോസ്റ്റ്ലി ലിറിക്സ് ആദ്യം ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ മ്യൂസിക് ആദ്യം ചെയ്യാന്ന് പറയുമ്പം ഡെഫിനറ്റ്ലി അതൊരു ക്രിയേഷൻ, അതായത് ഔട്ട് ഓഫ് നോവെയർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആ ക്രിയേഷൻ പ്രോസസ് എന്ന് പറയുന്ന ഒരു ആർട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത് കൊടുക്കുന്നതിന് അത് അങ്ങനെ നോക്കിയാൽ ഡെഫിനറ്റ്ലി ആണ്. പക്ഷെ അതിൻ്റെതായ ഒരുപാട് പ്രഷറും അല്ലെങ്കിൽ എന്താ പറയാ ഒരു സംഭവം ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, നമ്മൾ ലെജൻസ് എന്ന് കരുതപ്പെടുന്ന കമ്പോസേഴ്സിന്റെ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് കണ്ടാൽ പോലും ഇപ്പൊ ഹാൻസ് സിമ്മറിന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലും എ.ആർ. റഹ്മാന്റെ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞാലും ഒക്കെ അവർ പറയുന്നുണ്ട് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ തുടങ്ങാൻ നേരത്തെ അവർക്ക് അറിയില്ല എന്താ നെക്സ്റ്റ് സംഭവിക്കാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നത് എന്നറിയില്ല. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ചിത്ര ചേച്ചി ഒരു സ്റ്റേജ് ഷോയ്ക്ക് പാടാൻ പോകുമ്പോൾ ഇത്രയും ആയിരക്കണക്കിന് പാട്ടുകൾ പാടിയ ചേച്ചിക്ക് പോലും പാടാൻ പോകുന്നതിന് മുമ്പ് ഒരു ടെൻഷൻ ഉണ്ടാകാറുണ്ട്. തുടക്കം എങ്ങനെയായിരിക്കും. അപ്പൊ ആ ബിഗിനിങ് സ്റ്റേജ് എപ്പോഴും ഒരു ചലഞ്ചാണ്. വൺസ് ആ സ്റ്റാർട്ടിങ് ഈ പറഞ്ഞ പോലെ ബർത്ത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അതിനെ വളർത്തിയെടുക്കാൻ കുറെ കൂടെ ഇൻട്രസ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര പയ്യെ നമ്മൾ അതിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ആഡ് ചെയ്യുക, വർക്ക് ചെയ്യുക, ലൈക്ക് കൊളാബറേറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ പിന്നെ അത് ബ്ലൂം ചെയ്ത് വരുന്നത് കാണാൻ ആക്ച്വലി ഭയങ്കര രസമാണ്. അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജ് ഒരു ഡെഫിനറ്റ്ലി ഒരു ചലഞ്ച് തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ അത് ഒരു വലിയ ചലഞ്ചാണ് അത്. അതെ, ഞാൻ കൈലാസിൻ്റെ ഒക്കെ ഒരുപാട് ഇൻ്റർവ്യൂസും മൊത്തത്തിലൊരു ആസ് എ ഹ്യൂമൻ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് പാറ്റേൺ ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരാളാണ്. ഓവർ ദി ഇയേഴ്സ് വർക്കും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് വർക്കുകൾ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൈലാസ്. അപ്പം അതിൽ എനിക്ക് മനസ്സിലായത് വളരെ വാക്കുകളൊക്കെ വളരെ വളരെ കൺട്രോൾഡ് ആയിട്ടും നോക്കിയും ഒക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് കൈലാസ് പേഴ്സണലി. പക്ഷേ ഈ ഒരു ഫീൽഡിലോട്ട് വരുമ്പോൾ പലപ്പോഴും ആ പറയുന്നൊരു എന്താ പറയുക നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എത്തിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും ഇപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ അടുത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു സീനിയർ ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അവർക്കടുത്ത്
ഇപ്പം അവർ പറയുന്ന ഒരു സംഭവം ചിലപ്പോൾ അത് ക്ലിക്ക് ആവണമെന്നില്ല, അല്ലെ ക്ലിക്ക് ആയേക്കാം, പക്ഷെ അത് നമുക്ക് ഉള്ളിൽ മനസ്സിലാവുന്നുണ്ട്, അല്ലെ അറിയാം അത്, പക്ഷെ അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെത്തിക്കാൻ അങ്ങനെയൊക്കെയുള്ളൊരു ആർട്ടിസ്റ്റിക് ഫ്രീഡം ചലഞ്ച് വന്നിട്ടുണ്ടോ പലപ്പോഴും? എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ദി വർക്ക്സിൽ അത് വരും. അതെങ്ങനെയാണ് ആ ഒരു ഹിൻഡ്രൻസിനെ എങ്ങനെയാണ് അത് കവറപ്പ് ചെയ്ത് അതിനെ ചലഞ്ച് ഓവർകം ചെയ്ത് വരുന്നത്? നമുക്കത് നമ്മൾ വർക്ക് ചെയ്യുന്ന ഡയറക്ടറോ പ്രൊഡ്യൂസറോ നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്നതും നമുക്ക് അവരെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ എളുപ്പമാണ്. ചില ആൾക്കാരുടെ അടുത്ത് ഒരിക്കലും അത് കിട്ടില്ല. കാരണം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടറിനെ ഒരു മ്യൂസിക് ചെയ്യാനായിട്ട് ഒരു ഡയറക്ടറെ ഏൽപ്പിക്കുമ്പം ആ മ്യൂസിക് ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അപ്പോൾ ആ ട്രസ്റ്റ് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന ഒരു ഫ്രീഡം, അതിലാണ് പലപ്പോഴും നല്ല നല്ല ആർട്ട് ഉണ്ടാവുക. അതേസമയം ചില ആൾക്കാർ വർക്ക് ചെയ്യുമ്പം അവർക്കെല്ലാം അറിയാം, അവർ പറയുന്ന മെത്തേഡാണ് കറക്റ്റ്, അവർ പറയുന്ന പോലെ ചെയ്താൽ മതി എന്നുള്ള രീതി വരുമ്പം നമ്മൾ പറയുന്ന ഇതിങ്ങനെ ചെയ്താൽ ഇത് വർക്ക് ആവാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവും, അല്ലെങ്കിൽ ഇതായിരിക്കും പുതിയൊരു അപ്രോച്ച്. നിങ്ങളിപ്പോൾ പറയുന്നത് ഒരു മ്യൂസിക്കിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ വെച്ച് കുറച്ച് പഴയ അപ്രോച്ച് ആണെന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ വർക്ക് ചെയ്യുമ്പോൾ വളരെ ഈസിലി കൈലാസിന് അത് അങ്ങനെയാണ് തോന്നുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാന്ന് പറയുന്നവരുണ്ട്. ചിലവർ അങ്ങനെയല്ല, ചിലർ അത് വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് ഈഗോ ആവണമെന്ന് പോലും ഇല്ല, അല്ലെങ്കിൽ അവർക്കത് അറിയാമെന്നുള്ള തോന്നലിൽ നിന്നാവാം ചിലർ പറയും ഇല്ല അത് വേണ്ട, അത് ശരിയാവില്ല എന്ന് പറയും. അപ്പോൾ നമ്മൾ മാക്സിമം കൺവിൻസ് ചെയ്യാൻ പറ്റാവുന്നത്രയും നമ്മൾ ശ്രമിക്കും പലപ്പോഴും. പക്ഷെ അത് വർക്ക് ആവണം നിർബന്ധമില്ല. പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനത്തെ രീതിയിൽ എടുക്കണം, ഇല്ല ഞാൻ ഇങ്ങനെയാണെങ്കിലേ ചെയ്യുള്ളൂ, വേണമെങ്കിൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറ്റുമായിരിക്കും. പക്ഷേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ചിലപ്പം അവർ പറയുന്നത്, പക്ഷെ അങ്ങനെ ആകുമ്പോൾ പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ലോ, നമ്മളൊരു ഇൻഡിപെൻഡന്റ് അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡന്റ് സോങ്സ് ചെയ്താൽ മതി. നമ്മളൊരു ഡയറക്ടറിന് വേണ്ടിയോ ഒരു പ്രൊഡ്യൂസറിന് വേണ്ടിയോ മൂവി ചെയ്യുമ്പം അവർക്ക് വേണ്ടത് എന്തോ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ അവിടെ ഒരു റാപ്പ് ഉണ്ടാവുമ്പോഴാണ് നല്ല നല്ല ആർട്ട് ഉണ്ടാവും. അവിടെ ചിലപ്പം ഒരു അൺനെസസറി ആയിട്ടുള്ള ഒരു ഈഗോയോ അല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്നതാണ് ശരി എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടി വരും. എനിക്ക് തോന്നുന്നു നമ്മൾ മാത്രമല്ല എല്ലാ കമ്പോസേഴ്സും അല്ലെങ്കിൽ എല്ലാ ആർട്ടിസ്റ്റും മറ്റൊരാൾക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണത്. ചില കേസസിൽ അത് നമുക്ക് വളരെ സ്ട്രെസ്ഫുൾ ആയിരിക്കും. ചില ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പം ചില ആൾക്കാരോട് വർക്ക് ചെയ്യുന്നത് അറിയുപോലും ഇല്ല, ഭയങ്കര ഈസി ആയിരിക്കും. മോസ്റ്റ്ലി എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അത്തരം ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ഔട്ട്പുട്ടുകൾ പലപ്പോഴും വരാറുള്ളത്. എളുപ്പത്തിൽ മാത്രമല്ല നല്ല ഔട്ട്പുട്ട്, നല്ല മ്യൂസിക്കോ നല്ല ആർട്ടോ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും. അതായത് അവരൊരു സജഷൻ, ഡെഫിനറ്റ്ലി അവർ ഇൻപുട്സ് വേണം, അവർ ഇൻപുട്സിൽ നിന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ മൈക്രോ മാനേജ്മെന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അവർക്ക് അതിൻ്റെ ഒരു ഓവറോൾ പിക്ചർ നമുക്ക് തന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് ഒരു വേ. അതിൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചെയ്താൽ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു സംഭവം, ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മാറ്റി അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് മൈക്രോ മാനേജ്മെൻ്റ് ആയി മാറും. അത് ചെയ്യുന്തോറും പലപ്പോഴും മോസ്റ്റ് ഓഫ് ദി കേസസ് ആ നല്ലൊരു പ്രൊഡക്റ്റിനെ പലപ്പോഴും കൂടുതൽ മോശമാക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാറുണ്ട്. ഇഷ്ടംപോലെ തവണ, ഒരുപാട് തവണ. അതാണ് ഈ പറഞ്ഞ സിനിമ മ്യൂസിക്കിലോട്ട് വരുമ്പോഴും ഫിലിം മ്യൂസിക്കും ഒരുപോലെ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് കൈലാസ്. എസ്പെഷ്യലി ആഡ് ഫിലിംസ്, 1000-ലധികം ആഡ് ഫിലിംസ് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്, അറിയപ്പെടുന്ന എത്രയോ പരസ്യങ്ങൾ. അതിൽ ഈ രണ്ട് ജോണറിൽ നോക്കിക്കഴിഞ്ഞാലും ഏറ്റവും കുറച്ചുകൂടെ ക്രിയേറ്റീവ് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റിയ ഇടം ഏതാണ്? എങ്ങനെയാണ് ഏറ്റവും അധികം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മേഖല ഏതായിട്ടാണ് തോന്നിയിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, അത് ഇതിലും കൂടുതൽ ആഡ്സിലുള്ളത്. ഫിലിം മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ഉള്ളൊരു മേഖലയാണ് അഡ്വർടൈസ്മെന്റ്സ്. കാര്യം അവിടെ നമ്മൾ ചെയ്യുമ്പം ആ ബ്രാൻഡിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു ഏജൻസിയുടെ ഒരാളുടെ അഭിപ്രായത്തിന് നമ്മൾ കേൾക്കേണ്ടി വരും. ചിലപ്പോൾ ക്ലയന്റിന് ചിലപ്പോൾ അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാനോ അവരുടെ പ്രൊഡക്റ്റിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവും. പക്ഷേ ആർട്ട് സൈഡിൽ ചിലപ്പോൾ അവർ വളരെ വീക്കായിരിക്കും. പക്ഷെ എന്നാലും അവർക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ നല്ലതും മോശവുമായ എല്ലാ അഭിപ്രായങ്ങളും നമ്മൾ ചിലപ്പോൾ കൺസിഡർ ചെയ്യേണ്ടി വരും. പലപ്പോഴും ചിലപ്പോൾ ഇതിനു മുമ്പ് ഒരു ജിംഗിൾ ചെയ്തപ്പം ആ ക്ലയന്റ് അത് വീട്ടിൽ പ്ലേ ചെയ്തപ്പം ആളുടെ കൊച്ചുമോൻ ഡാൻസ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് അത് റിജക്ട് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ മകൻ്റെ മകൻ അത് കേട്ടിട്ട് ഡാൻസ് ചെയ്തില്ല, അപ്പം പിന്നെ എങ്ങനെ ബാക്കിയുള്ള നാട്ടുകാർ ഡാൻസ് ചെയ്യാന്നാണ് പുള്ളി ചോദിച്ചത്. ആ കുട്ടി ആ സമയത്ത് വേറെ എന്തെങ്കിലും മൂഡിലാണോ പോലും നമുക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇൻ്റർഫിയറൻസ് ഒരുപാട് ഉണ്ടാവാറുണ്ട്. പിന്നെ പയ്യെ നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പയ്യെ അതായത് ഓവർ ദ ടൈം, ആദ്യത്തെ കൊല്ലങ്ങളല്ല, പയ്യെ നമ്മൾ ഇവരെ പഠിക്കാൻ തുടങ്ങും. ക്ലയൻറ്റിനെ പഠിച്ച് നമ്മൾ ക്ലയൻസിനെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ തന്നെ മോസ്റ്റ്ലി നമുക്ക് അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെ പറ്റി നമ്മളൊരു ധാരണ ഉണ്ടാക്കും. ആഡ്സ് വരുമ്പം ആഡ്സിൽ എപ്പോഴും ക്ലയൻറ്റിന് വേണ്ടി തന്നെ ആയിരിക്കണം നമ്മൾ മോർ ദാൻ യുവർ ക്രിയേറ്റീവ് ഫ്രീഡം
ആ ബ്രാൻഡിന് ഏറ്റവും വർക്ക് ആവുന്ന സംഭവം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ പലപ്പോഴും ക്ലയൻസ് ഏജൻസിയിലെ ഹെഡ് ആണെങ്കിൽ ആള്, അല്ലെങ്കിൽ ക്ലയൻറ്റ് നേരിട്ട് തന്നെ വരുന്നവരൊക്കെ ഉണ്ട്. അവരാണെങ്കിൽ അവരെ പഠിച്ച് ചില സമയങ്ങളിൽ നമ്മൾ ചില ആൾക്കാരുടെ അടുത്ത് നമുക്ക് മനസ്സിലാവും ഇവർക്ക് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞ് കൊണ്ട് കേൾപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് റിജക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനോ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ നമ്മൾ ക്ലയൻറ്റിനെ വിളിച്ച് സ്റ്റുഡിയോ വരുത്തി ക്ലയൻറ്റിൻ്റെ പ്രസൻസിൽ തന്നെ നമ്മൾ ചിലപ്പം കമ്പോസ് ചെയ്ത് റെക്കോർഡ് ചെയ്ത്, കാരണം അപ്പോൾ അവർക്ക് അപ്പം തന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു സൈക്കോളജിക്കലി വർക്ക് ചെയ്ത് പലപ്പോഴും ഓരോ ആൾക്കാരുടെ ഇഷ്ടങ്ങളും അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റും ഒക്കെ മനസ്സിലാക്കി അവരെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, മോർ ദാൻ വാട്ട് യു ക്രിയേറ്റ്. ടൈം ലിമിറ്റ് ഇല്ലേ ഇത് ഭയങ്കരമായിട്ട് ആഡ് ഫിലിംസിലോട്ട് വരുമ്പോഴത്തേക്കും? ടൈം ലിമിറ്റ് ഉള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഇന്ന് രാവിലെ വന്നിട്ട് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് മ്യൂസിക് വേണമെന്ന് പറയുന്നതും ഉണ്ട്, നമുക്ക് 2-3 ദിവസം കിട്ടുന്നതും ഉണ്ട്. പിന്നെ പയ്യെ നമ്മൾ ചെയ്ത് നമ്മളൊരു ക്ലയൻറ്റ് ബേസ് ഒക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ആ ക്ലയൻറ്റ് ബേസ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ആഡ് ഫിലിം മേക്കേഴ്സോ ഏജൻസി ഒക്കെ വരുമ്പോൾ നമുക്ക് അവരുമായിട്ട് ഒരു സിങ്ക് ആവും. ആ സിങ്ക് വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്ര ദിവസം എടുക്കുമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ എത്തിക്കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ എളുപ്പമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനേജ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ആഡ്സിൽ ഏറ്റവും കൂടുതലുള്ളത്, മോർ ദാൻ നമ്മുടെ ക്രിയേറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ. ശരി. ഈ ട്രഡീഷണൽ കമ്പോസേഴ്സിൻ്റെ കൂടെ, അതായത് നമ്മൾ എത്രയോ കാലമായിട്ട് ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൈലാസിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത്രയും നോക്കുമ്പോൾ ഇന്ന് നമ്മളിപ്പോൾ പക്ഷേ കൈലാസ് നിൽക്കുന്ന ഒരു സ്പേസ് ലൈക്ക് കണ്ടംപററി ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത് ഇതിനകത്താണ് നിൽക്കുന്നത്. അങ്ങനെ അവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ കൈലാസിന് എപ്പോഴെങ്കിലും തോന്നിയിട്ട് ഇത് നമ്മൾ ഇന്നത്തെ ഉള്ളവർ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ ലാക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനെ തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡെഫിനറ്റ്ലി ഇപ്പം ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ ഔസേപ്പച്ചൻ സാറിൻ്റെ കൂടെയൊക്കെയാണ് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ അന്നും ശരിക്കും പറഞ്ഞാൽ അവർ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പുറകോട്ട് 20 years ബാക്ക് പോയാൽ അവർ കമ്പോസ് ചെയ്യുന്ന സ്റ്റൈലിലേ അല്ല അതിന് മുമ്പത്തെ ജനറേഷൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡെഫിനറ്റ്ലി മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പോൾ AI അപ്പോൾ 90s ഒക്കെ ആയപ്പോഴേക്കും പ്രോഗ്രാമിംഗ്, കീബോർഡ് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയാവുന്ന ആൾക്കാരൊക്കെയാണ് കമ്പോസേഴ്സായി മാറിയത്. മോസ്റ്റ്ലി ഇനിയുള്ളൊരു വിത്തിൻ 5 years AI എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ്ലി കമ്പോസേഴ്സ് ആയിട്ട് വരാനുള്ള സ്കോപ്പും കൂടെ തുറന്നു കിട്ടുകയാണ്. അപ്പോൾ ഓരോ കാലത്തും ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ പലർക്കും ഒരുപാട് പേര് ഇങ്ങനെ പറയുമോ നിങ്ങളൊക്കെ ചെയ്യുന്നത് മ്യൂസിക്കാണ്, അന്ന് ചെയ്തിരുന്നതാണ് മ്യൂസിക്. അതിനോട് ഒരിക്കലും ഞാൻ യോജിക്കില്ല. അങ്ങനെ എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം കാലം മാറുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതികളെല്ലാം മാറും. അപ്പോൾ അന്ന് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ അവരാരും ഈ പറഞ്ഞ പോലെ അവരൊക്കെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാലം മാറുന്നതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ പഠിക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്ത കുറേ സ്കിൽസ് അവർക്കുണ്ടാവും. കാരണം നമ്മളിപ്പം കമ്പോസർ ആവുന്ന കാലത്തെ എന്താണ് റിക്വയർമെൻറ്റ് അതായിരിക്കും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിച്ചു വരിക. അന്നത്തെ കാലത്ത് ഒരു 30 വർഷം മുമ്പ് കമ്പോസർ ആവണമെങ്കിൽ ചിലപ്പോൾ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒരു ഹാർമോണിയം വെച്ച് സ്പോട്ടിൽ തന്നെ രാവിലെ 7 മണിക്ക് തുടങ്ങി ഒരു 12 മണിയാകുമ്പോഴേക്കും 3-4 പാട്ടും കമ്പോസ് ചെയ്ത് അതെ എത്രയോ ഇത്. അപ്പോൾ ഇന്നത്തെ കമ്പോസേഴ്സായി ഞങ്ങൾ ആലോചിക്കുമ്പം നമുക്കത് ഭയങ്കര ചലഞ്ചായിട്ടാണ് തോന്നുന്നത്. എങ്ങനെ ഇപ്പം ഇളയരാജ സാറൊക്കെ രാവിലെ 7 മണിക്ക് ഇരുന്നിട്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും 5 പാട്ട് കഴിഞ്ഞു എന്നൊക്കെ പറയും, വരികളും ട്യൂണൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ഒരു പാട്ട് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ 3, 4, 5, 6 ദിവസമൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഇഷ്ടംപോലെ സമയം എടുത്തിട്ടായിരിക്കും ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്ന് ആലോചിക്കുമ്പോൾ അത് വലിയ ചാലഞ്ച്. അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അന്ന് 2 ദിവസത്തിലും 3 ദിവസത്തിലൊക്കെയാണ് ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തീർത്തോണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് നോക്കുമ്പോൾ അത് ഭയങ്കര ചലഞ്ച്. അല്ലെങ്കിൽ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ള ഒറ്റ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ കമ്പോസർ ആവണം എന്നുണ്ടെങ്കിൽ മ്യൂസിക്കലി വെൽ ട്രെയിൻഡും ഒക്കെ ആയിരിക്കണമായിരുന്നു. ലൈക്ക് നല്ല മ്യൂസിക്കൽ ട്രെയിനിങ് ഒക്കെ ഉള്ളവർക്കായിരിക്കും മോസ്റ്റ്ലി ഇത്രയും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും ചലഞ്ചിൽ ചെയ്യാൻ പറ്റുക. ഇപ്പം കുറച്ചുകൂടെയൊക്കെ ഈസിയായി. ഇപ്പം അത്യാവശ്യം ആർക്കും മ്യൂസിക് കമ്പോസറായി മാറാൻ പറ്റുന്നൊരു സ്റ്റേജിലോട്ട് പയ്യെ എത്തി. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയിലോട്ടൊക്കെ വരുമ്പം മ്യൂസിക് അറിയുപോലും വേണ്ട, കറക്റ്റായിട്ട് പ്രോംപ്റ്റ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ പോലും നല്ല മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിലോട്ട് എത്തും. അതൊരിക്കലും ഒരു കുറവല്ല, കാലത്തിന്റെ ഒരു മാറ്റമാണ്. ഇപ്പൊ തന്നെ ഞാനിപ്പം ഒരു ആഡ് ചെയ്തത്, ഒരു ക്ലയന്റിന് വേണ്ടി ഒരു ആഡ് മ്യൂസിക് ചെയ്തു. ക്ലയന്റ് ആഡ് ഫിലിം മേക്കർ അത് ക്ലയന്റിന് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ഒരു AI വേർഷനിലും കൂടെ ഒരു ജിംഗിൾ ചെയ്തു. അപ്പോൾ ക്ലയന്റിന് ഇഷ്ടപ്പെട്ട AI ചെയ്ത ജിംഗിളാണ്. അത് അപ്രൂവ് ആയി. അതിന് പിന്നെ മോഡിഫൈ ഒക്കെ ചെയ്തൊന്ന് റെഡിയാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് വന്നു. നമ്മൾ ചെയ്യേണ്ടി വന്നു. കാരണം ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലയന്റ് നമുക്ക് നഷ്ടപ്പെടും. അതൊക്കെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്. എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ ഇയേഴ്സിനുള്ളിൽ ഒരുപാട് ചേഞ്ചസ് ആയിരിക്കും വരാൻ തോന്നുന്നു. ഈ പറഞ്ഞ ഹ്യൂമൻ മ്യൂസിക് കമ്പോസേഴ്സ്
ഇല്ലാണ്ടായി ഒരു അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരവസ്ഥയിലോട്ട് വരില്ലേ? ഇല്ലാണ്ടാവുകയെന്ന് ഞാൻ പറയില്ല. അങ്ങനെയല്ല, അത്ര ഒരു AI ഇൻഫ്ലുവൻസ് വരികയാണെങ്കിൽ ഇപ്പം ഇറ്റ്സ് എ വെരി ചാലഞ്ചിങ് ഫേസ് എനിവേ. പക്ഷേ കമ്മിങ് ബാക്ക് കുറച്ച് മുന്നേ കൈലാസ് പറഞ്ഞൊരു കാര്യം, ഈ 80കളിലെയും 90കളിലെയും പാട്ടാണ് പാട്ട്. ഇപ്പോഴത്തേത് അധികം കേൾക്കാൻ ഇപ്പോഴത്തെ പാട്ടൊക്കെ കുറച്ച് നേരം കേൾക്കാം എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടാവും മിക്കവാറും. അയ്യോ, നമ്മുടെ മുഖത്ത് നോക്കി തന്നെ ചിലർ നേരിട്ടൊന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അതില് പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ അവരെ പോലെ തന്നെ നമ്മൾ അത്രയധികം പണിയെടുത്ത് നമ്മുടേതായിട്ട് തന്നെ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മളത് പിന്നെയും പിന്നെയും അത് കേൾക്കേണ്ടി വരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അല്ലെ ആലോചിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുമുണ്ട്. നമ്മുടെ മുഖത്ത് നോക്കി ഒരിക്കൽ ഒരാൾ പറഞ്ഞ ഒരാളുടെ അടുത്ത് അപ്പൊ തന്നെ സ്പോട്ടിൽ ഉത്തരം പറയേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഈ ജീവാംശം എന്നുള്ള പാട്ടൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്ത് ഒരു അങ്കിള് വന്നിട്ട് ഒരു വെഡിങ് ഫംഗ്ഷൻ കണ്ടപ്പോൾ ഈ പറഞ്ഞ പോലെ പറഞ്ഞു, അങ്ങനെ പാട്ടൊക്കെ കുഴപ്പമില്ല, പക്ഷെ എന്നാലും പണ്ടത്തെ പാട്ടുകൾ പോരാട്ടോ, അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റുന്നതാണ്, ഇതൊന്നും അങ്ങനെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞു. നമുക്ക് അതിനുള്ള ഉത്തരം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ മടിച്ചിരിക്കാത്തത് കൊണ്ടും അത് തുറന്നങ്ങ് പറഞ്ഞു. കാര്യം അതിന് ഏറ്റവും വലിയ സിമ്പിളായിട്ടുള്ള അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ട് വളരുന്ന പാട്ടുകൾ എന്നും നമുക്ക് നൊസ്റ്റാൾജിക് ആയിരിക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ വളർന്നു വരുന്ന കാലത്ത് 90s കിഡ്സ് ആയിരിക്കും മോസ്റ്റ്ലി നമ്മളെല്ലാം. നമ്മൾ വളർന്നു വരുന്ന കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ലിറിക്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരി സാറിനൊക്കെ എല്ലാ ആഴ്ചയും TP ശാസ്ത്രമംഗലം പോലുള്ള മ്യൂസിക് ക്രിട്ടിക്കൊക്കെ വിമർശിക്കുമായിരുന്നു. എന്താണ് എഴുതി വെച്ചേക്കുന്നത്, കണ്ടില്ല, എന്താണിത് അതൊക്കെ പറഞ്ഞിട്ട് വിമർശിക്കും. അതുപോലെ ഒരുപാട് അവരൊക്കെ അവരുടെ കാഴ്ചപ്പാടിൽ വയലാർ, P. ഭാസ്കരൻ, അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിൽ ബാബുരാജ് സാറും, അല്ലെങ്കിൽ മറ്റേ ദേവരാജ മാസ്റ്ററും, ഇവരൊക്കെയാണ് അവരുടെ കാലത്തെ കമ്പോസേഴ്സ്. രവീന്ദ്രൻ മാഷ് വരെയൊക്കെ എത്തിയിട്ടുണ്ട് ആ സമയത്ത്. അന്ന് ആരും വിദ്യാസാഗർ സാറിന്റെയോ മോഹൻ സിത്താര സാറിന്റെയോ മ്യൂസിക്കിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. ഇപ്പൊ നമ്മളൊക്കെ വിദ്യാജി എന്താണ് മെലഡിയുടെ രാജാവാണെന്നാണ് നമ്മൾ പറയുന്നത്. എനിക്ക് ഉറപ്പുണ്ട് ഒരു 5-6 വർഷം കൂടെ കഴിയുമ്പോഴേക്കും ഗോപി സുന്ദർ, ദീപക് ദേവ് ഒക്കെ ആയിരിക്കും ലെജൻസ് ആയി. അത് ചിലപ്പോൾ വീണ്ടും കഴിഞ്ഞിട്ട് വന്നു. പക്ഷെ എന്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ സിനിമയിലെ ഹൃദയം എന്നുള്ളൊരു പാട്ട് എക്സാമ്പിൾ ആയിട്ട് പറയാം. അന്ന് ഇറങ്ങിയ സമയത്ത് അത് നല്ല ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട് എന്നുള്ളതിലുപരി ആരും അതിനെ എന്താ പറയുക ഒരു ജീനിയസ് കോമ്പോസിഷൻ ഒന്നും അന്നാരും ഇല്ല, അല്ലെങ്കിൽ അന്ന് ഹിറ്റായിട്ടുണ്ടാവാം. പക്ഷെ അന്നത്തെ ജനറേഷൻ അല്ലെങ്കിൽ അന്നത്തെ ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുക വിദ്യാജിയുടെ അല്ലെങ്കിൽ രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെ പാട്ടുകളൊക്കെയാണ് പാട്ട് എന്ന് പറയും. ഇനിയിപ്പോൾ നോക്കിയാൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ നേരെ തിരിച്ച്. അപ്പം മോസ്റ്റ്ലി നമ്മൾ കേട്ട് വളരുമ്പോൾ ഒരു ഏജിൽ നമുക്ക് കേൾക്കുന്ന നൊസ്റ്റാൾജി ഉണ്ടല്ലോ, അതായിരിക്കും നമ്മുടെ റിപ്പീറ്റ് വാല്യൂ ആയിട്ട് മാറുന്ന പാട്ടുകളായി മാറുക. അപ്പോൾ എപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടും സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ അർത്ഥം മ്യൂസിക് മോശമായതോ ഒന്നുമല്ല, കാലത്തിനനുസരിച്ചിട്ട് ഉള്ള മാറ്റങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ എനിക്കൊന്ന് അടുത്ത തലമുറ നമ്മുടെ ഒരു ഏജ് എത്തുമ്പോഴത്തേക്കും ഈ പാട്ടുകൾ ഈ പാട്ടുകൾ ഭയങ്കരമായിട്ടൊക്കെ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മ്യൂസിക്കാലിറ്റിയിലോ അല്ലെങ്കിൽ ആർട്ടിലോ ഒരുപാട് ഡിഫറൻസ് വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അന്ന് ഉണ്ടായ പ്രമദവനോ അല്ലെങ്കിൽ ശ്രീരാഗമോ അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ ഹരിമുരളീരവോ ഒന്നും ഇന്ന് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനത്തെ സിനിമകൾ വരുന്നില്ലല്ലോ, അതല്ല ഒരു മേജർ ഫാക്ടർ. ഇപ്പൊ ഇറങ്ങുന്ന സിനിമയ്ക്ക് വേണ്ടി നമ്മൾ മ്യൂസിക് ചെയ്യുമ്പോൾ ഇന്നത്തെ സിനിമയിൽ മാച്ച് ആവുന്ന മ്യൂസിക് ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇന്നത്തെ കഥ പറയുന്ന രീതിയോട് മാച്ച് ആവുന്ന മ്യൂസിക് ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ അവിടെ കൊണ്ടുപോയി ഞാൻ അങ്ങനെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് കൊണ്ട് വെക്കുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയിൽ അല്ലെങ്കിൽ കിട്ടുന്ന സ്പേസിലെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലോട്ട് ഇറങ്ങണം. ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. അതെ, ഞാൻ 3 പേരുടെ പേര് പറയാം. അതിൽ 3 പേരുടെ കൂടിയും ഒരുപാട് പ്രാവശ്യം കൈലാസ് വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതിൽ അവരുടെ ഒരു ഒതന്റിക് ആയിട്ടുള്ളൊരു കാര്യം, നല്ലൊരു എക്സ്പീരിയൻസ്, നല്ലൊരു എന്തെങ്കിലും ഒരു മെമ്മറി എന്തെങ്കിലും ഷെയർ ചെയ്യാം. KS ഹരിശങ്കർ. ഹരിശങ്കറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ അഡ്വർടൈസ്മെന്റ്സ് ചെയ്യുന്ന കാലത്ത് തന്നെ ഒരുവിധമുള്ള മിക്ക അന്നത്തെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം അപ്പോഴത്തെ സമയത്ത് കാർത്തിക് ആണെങ്കിലും അതെ, മിക്കവാറും സിത്താര ആണെങ്കിലും അല്ലെങ്കിൽ മെയിൽ സിംഗേഴ്സ് ആണെങ്കിലും ഒരുവിധം എല്ലാവരും കൂടെ. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ആ സോങ് കമ്പോസ് ചെയ്ത സമയത്ത് ആ കമ്പോസിങ് നടക്കുന്നതിന് ഒരു 1-2 മാസം മുമ്പ് ഞാൻ ഹരിശങ്കറിൻ്റെ ഒരു സോങ് കേൾക്കാനിടയായി. നീളമണൽ തരികളിൽ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അത് ഹരി പാടിക്കുന്ന ഫീല് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഹരിനെ ഞാൻ ആ പാട്ട് പാടാനായിട്ട് വിളിക്കുന്നതും ഇഷ്ടപ്പെടുന്നു. പിന്നെ ഹരി ഈസ് എൻ എക്സലന്റ് സിംഗർ, എല്ലാവർക്കും അറിയാലോ. പക്ഷെ നമ്മുടെ ഒരു വിഷമകരമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ഒരുപാട് എക്സലന്റ് ആയിട്ടുള്ള ടാലൻസ് ഉണ്ട്. എല്ലാവർക്കും ഒന്നും പലപ്പോഴും അവര് അർഹിക്കുന്ന ഒരു ബ്രേക്കോ അല്ലെങ്കിൽ ഒരു അവസരമോ കിട്ടാറില്ലാത്തതുകൊണ്ട് പലർക്കും
നമ്മൾ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന ലെവലിൽ ചിലപ്പം അല്ലെങ്കിൽ ഒരു ബ്രേക്ക് കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹരിയുടെ ടാലന്റ് വെച്ചിട്ട് അന്ന് അങ്ങനെ ഒരു ബ്രേക്ക് കിട്ടിയതും അതിനുശേഷം ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ പറ്റിയതും ശരിക്കും അതിൻ്റെ ഒരു പാർട്ടാവാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എവറി ടൈം ഹരിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം അത്രയും നല്ലൊരു സിംഗറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം നമുക്കും വളരെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനത്തെ സിംഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ. അതെ, ശ്രേയ ഘോഷൽ അത് ഈ പറഞ്ഞ പോലെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓ 2-3 വട്ടമാ കൂടെ വർക്ക് ചെയ്തത്? രണ്ട് തവണ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതെ അതെ, അതും ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ശ്രേയ ഘോഷലാണെങ്കിലും ചിത്ര ചേച്ചി, SPB സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരിലൊക്കെ ശരിക്കും ഒരു പാറ്റേൺ ഉണ്ട്. ഈ ലെജൻഡറി ആയിട്ടുള്ള പല സിംഗേഴ്സിലോ മ്യൂസീഷ്യൻസിലോ ആർട്ടിസ്റ്റിലോ ഒക്കെ കുറച്ച് ക്വാളിറ്റീസ് എപ്പോഴും കാണാൻ കിട്ടാറുണ്ട്. ശ്രേയാജിക്കും അങ്ങനെ തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരുടെ ആ ഒരു ആർട്ടിനെ കൊടുക്കുന്ന ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ കണ്ട്. ചിത്ര ചേച്ചിയൊക്കെ ഇപ്പോഴും ഒരു പാട്ട് റെക്കോർഡിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് ആരെഴുതി, ഏത് സിനിമയാണ്, ആരുടെ പ്രൊഡക്ഷനാണ്, വരികൾ എഴുതി പാട്ട് പഠിച്ച് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചേച്ചി നമ്മൾ കാണാതെ അത് ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ട് വീട്ടിൽ കൊണ്ടുപോയി കേട്ടിട്ട് കൈലാസ് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കൊന്നുകൂടെ ആ ഏരിയ കറക്റ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ച് അത്രയും പാഷൻ. അതുപോലെയാണ് ശ്രേയാജി ആണെങ്കിലും മലയാളം അവർക്ക് ഒട്ടും അറിയാത്തൊരു ലാംഗ്വേജ് ആണ്. പക്ഷെ അത്രയും എഫേർട്ടും ടൈമും എടുത്ത് സ്പെൻഡ് ചെയ്ത് ഞാൻ എൻ്റെ ഇതുവരെയുള്ള റെക്കോർഡിങ്സിൽ തന്നെ എനിക്ക് വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു അവരോട് വർക്ക് ചെയ്തത്. അതെനിക്ക് അന്നൊരു വീഡിയോ ഇറങ്ങിയിരുന്നു ഇങ്ങനെ കൈലാസ് പഠിപ്പിക്കുന്ന വെച്ചാൽ ആ വാക്കുകളുടെ, അപ്പം അത് കേട്ടിട്ട് ഇങ്ങനെ എഴുതുകയാണ്, അത് ഏതാ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട്. അത്രയും എന്താ പറയാ, ഒത്തിരി മലയാളം പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും ഓരോ പ്രാവശ്യവും അവർക്ക് ആ ഒരു ഫയർ ശരിക്കും പറഞ്ഞാൽ ഇവർക്കൊക്കെ ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ ലെജൻഡറി ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു ഫയർ ഉണ്ട്. ഇപ്പോൾ ചിത്ര ചേച്ചിയൊക്കെ സംസാരിക്കുമ്പോൾ പോലും, അതായത് കുറച്ച് നേരം ബ്രേക്ക് എടുത്ത് സംസാരിക്കുന്ന സമയത്ത് കൈലാസ് ഞാൻ അന്ന് പണ്ട് തെലുങ്കിൽ ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് കേട്ട് നോക്കാവോ എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കും. അപ്പം ഞാൻ ആലോചിക്കുന്നത് 10,000-50,000 പാട്ടൊക്കെ പാടിയ ഒരാൾക്ക് ആ പാട്ടിനെ എടുത്ത് ഇങ്ങനെ നമ്മുടെ അടുത്ത് പറയേണ്ട കാര്യം നമ്മൾ വിചാരിക്കുന്നത് അവർക്ക് ഇതൊക്കെ എന്ത് എത്രയോ പാടുന്നതിൻ്റെ കൂട്ടത്തിലൊരു, അങ്ങനെയല്ല, അവർക്ക് ഇപ്പോഴും ആ ഒരു പാഷനും ഫയറും ഉണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. ഇപ്പം SPB സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അദ്ദേഹം റെക്കോർഡിംഗ് ബൂത്തിൽ കയറി കഴിഞ്ഞാൽ അന്ന് എനിക്ക് അന്ന് എനിക്ക് 20 വയസ്സും കൊണ്ടേ ഉള്ളൂ. ഞാൻ ഗോപി സുന്ദറിന്റെ സ്റ്റുഡിയോയിൽ സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഒരു ആഡിന് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോൾ അദ്ദേഹം ലിറിക്സ് എല്ലാം എഴുതി കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ പുള്ളി നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത് പോലും സർ 1 more take പോലാമ സർ എന്നാണ് പുള്ളി നമ്മളെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ 20 വയസ്സുള്ള ഞാൻ സാറോ, അതായത് ആ ഒരു വാല്യൂ, ഒരു ഇമ്പോർട്ടൻസ് അവരൊരു എഞ്ചിനീയർക്കും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കൊടുക്കുന്നു. അതൊക്കെ തന്നെയായിരിക്കാം മിക്കവാറും അവരുടെ സക്സസിനൊരു ഡെഫിനറ്റ്ലി. അതെ, സിത്താര കൃഷ്ണകുമാർ. സിത്താര വളരെ നല്ലൊരു ഫ്രണ്ടും കൂടെയാണ്, ഫാമിലി ഫ്രണ്ടുമാണ്, വൈഫുമായിട്ടും ഒക്കെ വളരെ അടുപ്പമുള്ളതാണ്. സിത്താരം ഈ പറഞ്ഞ പോലെ വർക്ക് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിംഗേഴ്സ്, പിന്നെ വളരെ വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു സിംഗറും കൂടെയാണ്. പല കൈൻഡ് ഓഫ് ജോണേഴ്സിൽ പാടാനൊക്കെ മിടുക്കുള്ള, അതുപോലെ തന്നെ വളരെ ശരിക്കും പറഞ്ഞാൽ മോർ ദാൻ സിംഗർ ഹീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ഓൾസോ. വളരെ നല്ല ഷാർപ്പ് ഇൻ്റലിജൻസ് ഉള്ള ഒരു ആളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്ത് കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണെങ്കിലും അതെ. മ്യൂസിക്കിൻ്റെ കാര്യം ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം, വർക്ക് ചെയ്യാനും വളരെ കംഫർട്ടബിൾ ആണ്. പിന്നെ സിത്താരയിൽ നിന്ന് അപ്കമിങ് ആർട്ടിസ്റ്റുകൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് പലപ്പോഴും ആർട്ട് നല്ല സിംഗർ ആയതുകൊണ്ട് മാത്രം നിങ്ങൾ ഹൈലി സക്സസ്ഫുൾ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എങ്ങനെ നിങ്ങൾ ആൾക്കാരെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നു, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ സിത്താരയിൽ നിന്ന് ഈ അപ്കമിങ് സിംഗേഴ്സിനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മുടെ ഈ ജനറേഷനിലുള്ള സിംഗർ ആയതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ജനറേഷനിലുള്ള ഒരു സിംഗർ എങ്ങനെ ആൾക്കാരെ മാനേജ് ചെയ്യുന്നു, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അവരെങ്ങനെ അവരിലോട്ട് വർക്കുമായിട്ട് വരുന്ന പുതിയ ആൾക്കാർ, എസ്പെഷ്യലി പുതിയ മ്യൂസീഷ്യൻസും ഒക്കെ സിത്താര അടുത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പം അവർക്ക് കിട്ടുന്ന ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ മറ്റ് സിംഗേഴ്സും കണ്ടു പഠിക്കേണ്ടത്. ഞാൻ ഈ സുഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ, കുറച്ച് നാൾ മുന്നുള്ള ഇൻ്റർവ്യൂവിൽ ഞാൻ സിത്താരെ പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു 45 മിനിറ്റിനുള്ളിൽ മൊത്തം ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങും. അത്രയും ഒരു ബ്രില്യൻ ഹെഡാണ് സിത്താര. അത് എന്തൊരു ജന്മമാണെന്ന് ഇങ്ങനെ സുഷിൻ തന്നെ ഒരു പറയുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചൊരു ശരിയാണ്, ഇപ്പോഴത്തെ ഒരു പല പാട്ടുകളും ഏത് പാട്ടെടുത്ത് നോക്കൂ, ഏതൊരു വോയിസിലും പാടാൻ സിത്താരയുടെ കയ്യിൽ സേഫാണ്. അങ്ങനത്തെ പല, ഇപ്പം മറ്റേ നമ്മുടെ സണ്ണി ലിയോണിന് വേണ്ടിയിട്ട് പാടിയ പാട്ട് മുതൽ യാതൊന്നും പറയാതെ താങ്കളുടെ പാട്ടാണെങ്കിലും ഒക്കെ ഏത് ജോണിലും ഏതൊരു ഫീലിലും
എനിക്കൊന്നു ചിത്രചേച്ചിക്ക് ആ ഒരു സംഭവമില്ല, ചിത്രാമ്മയ്ക്ക് ആ ഒരു എങ്ങനെ വന്നാലും മോൾഡ് ചെയ്ത് പാടാൻ പറ്റും. ഇമോഷൻസിനെ കറക്റ്റായിട്ട് ആ മീറ്റർ മനസ്സിലാക്കിയിട്ട് ഇമോട്ട് ചെയ്തത് പാടാനുള്ളത് ഞാൻ പണ്ടൊരു എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാനത് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വരുമ്പോഴത്തേക്ക് അത് സിത്താരയിൽ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും പലരും പറഞ്ഞൊക്കെ തോന്നുന്നുണ്ടാവും. ഞാനും അങ്ങനെ ഇന്നത്തെ ഒരു കാലത്ത് ആ ഒരു വെർസറ്റാലിറ്റി ഉള്ളവർക്കാണ് കുറച്ചുകൂടെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ടാവുക. അല്ലാത്തവർക്ക് പലപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ പോലും ഞാൻ ഒരിക്കലും അങ്ങനെ എല്ലാ ജോണേഴ്സും പാടാൻ പറ്റാത്ത ഒരാൾ ഒരിക്കലും മോശക്കാരനാണെന്ന് ഞാൻ പറയുകയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പാടാൻ പറ്റുന്നത് അയാളുടെ ഒരു സ്കില്ലാണെന്നേ ഉള്ളൂ. ചില ആൾക്കാർ ചിലപ്പം ഒരു സ്റ്റൈലിൽ അവർ എക്സ്ട്രീംലി ജീനിയസ് ആയിരിക്കും. അപ്പോൾ ഒരിക്കലും ആർട്ടിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനെ പാടിയാലേ അവർ കൊള്ളാം മറ്റവർ പോരാ എന്നുള്ളൊരു, അതല്ലെങ്കിൽ 45 മിനിറ്റ്സിൽ പാടി തീർത്തത് കൊണ്ട് ഇവർ ഭയങ്കര സിംഗറാണ് അങ്ങനെ ഒരിക്കലും ഞാൻ പറയുകയില്ല. കാരണം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നരേഷ് അയ്യറിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്തപ്പം 8 hours എടുത്തു ആ സോങ് തീരാൻ. കാരണം അത്രയും പാഷനേറ്റ് ആയിട്ട് അത് ഈച്ച് ആൻഡ് എവറി വേർഡിന് ഫീൽ കൊടുത്ത് അൾട്ടിമേറ്റ്ലി ഔട്ട്പുട്ട് മാത്രം മാറ്റർ ചെയ്യുന്നുള്ളൂ. 8 മണിക്കൂറോ ഞാൻ മുമ്പൊരിക്കൽ പണ്ട് 2 ദിവസം കൊണ്ടൊക്കെ 2-3 ദിവസം കൊണ്ടൊക്കെ പാടിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സെയിം ടൈം 20 മിനിറ്റ്സിൽ 15 മിനിറ്റിൽ പാടി കഴിഞ്ഞ അങ്ങനെ അങ്ങനെയല്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ഓരോ സമയത്തെ പാട്ടും ഒക്കെ അനുസരിച്ചിരിക്കും. ചിലപ്പം എത്ര വലിയ സിംഗർ ആയാലും ചിലപ്പം ആ പാട്ടിലോട് ചിലപ്പോൾ ഇന്നാവാൻ പറ്റാതെ ചിലപ്പം കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഇമോഷണലി അതിൽ ഇന്നാവാൻ ചിലപ്പോൾ ചിലർക്ക് സമയം എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ ടാലന്റ് ഒരിക്കലും ടൈം വെച്ചിട്ടോ അല്ലെങ്കിൽ എത്ര ജോണേഴ്സ് പാടാൻ പറ്റുന്നുള്ളത് വെച്ചിട്ട് ഞാൻ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. അവർ ചെയ്യുന്നത് ആ ഒരു സംഭവം എത്രത്തോളം നന്നായി ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സംഗീതത്തെ അത്രയധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കമ്പോസ് ചെയ്യാൻ പറ്റുക, സിനിമയിലോട്ട് വരാൻ സാധിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും കമ്പോസിങ് മാത്രമായി ഒതുങ്ങി പോകുന്നു, എനിക്ക് പാടാൻ അധികം ചാൻസ് കിട്ടുന്നില്ല, ആ ഒരു സ്പേസ് മിസ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ അതിനെ എപ്പോഴെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്തായാലും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം ഞാൻ ഒരു സിംഗർ ആവണമെന്ന് എനിക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫസ്റ്റ് മ്യൂസിക് ആൽബം റെക്കോർഡ് ചെയ്യാനായിട്ട് ബൂത്തിൽ കയറി പാടാൻ തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലായത്. അപ്പം എനിക്കപ്പം ഞാൻ റിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആസ് എ സിംഗർ എനിക്ക് ഒരുപാട് പോരായ്മകളുണ്ട്. അപ്പം അതിൽ ഞാൻ ഒരുപാട് കൈ വെക്കാറില്ല. ഞാൻ എൻ്റെ തന്നെ പാട്ടുകളാണെങ്കിൽ പോലും ഞാൻ പാടിക്കഴിയുമ്പോൾ എനിക്ക് തോന്നാറുള്ളത് ഇത് വേറെ ആരെങ്കിലും പാടിയതിനെക്കാട് നന്നാവും എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഏറ്റവും വലിയൊരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനലി എത്രയോ കാലത്തിന് ശേഷം ഞാൻ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ വോയിസ് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നി ഈ പാട്ട് എൻ്റെ വോയിസിൽ വന്നാലായിരിക്കും ഏറ്റവും നന്നാവുക എന്ന് കരുതി ഞാനത് ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും ഫീമെയിൽ വോയിസ് എടുത്തു, മെയിൽ വോയിസ് എൻ്റെ വോയിസ് വെച്ച് അയച്ചു കൊടുത്തു. അപ്പോൾ അവർ കേട്ടിട്ട് ആ പാട്ടൊക്കെ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, ആരും ഇനി പാടുക, മെയിൽ സിംഗർ എന്തായാലും ഒരു കൊള്ളാവുന്നൊരു സിംഗറിനെ വെച്ച് പഠിച്ചാൽ പാട്ട് കലക്കും എന്ന് പറഞ്ഞു. അതോടെ ഞാനതങ്ങ് മാറ്റി വെച്ചു. റീസെന്റ് ലാസ്റ്റ് ഇറങ്ങിയ ലിറ്റിൽ ഹാർട്ട്സ് എന്ന മൂവിയില്. അതെ അതെ അതെ. അപ്പൊ അത് വേറെ സിംഗർ പാടുകയും ചെയ്തു. അപ്പം ആദ്യമായിട്ട് എനിക്ക് തോന്നിയപ്പം ബാക്കിയുള്ളവർക്കും തോന്നിയില്ല. അതുകൊണ്ടത് പക്ഷെ പാടി ഞാൻ കേട്ടിരിക്കുന്നത് വെച്ചിട്ട് എനിക്ക് അത്ര മോശം ഒന്നുമല്ല കേട്ടോ, അങ്ങനെയല്ല. പക്ഷെ നമുക്ക് എല്ലാവരും കേട്ടിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ല, മോസ്റ്റ്ലി ആസ് എ കമ്പോസർ നമുക്കിത് ചെയ്യുമ്പോൾ പലപ്പോഴും തോന്നും നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ആ പാട്ട് ചിലപ്പോൾ അതിന് മുകളിലായിരിക്കും നമ്മൾ അതിനെ വിഷൻ ചെയ്യുന്നത് ചിലപ്പോൾ. അപ്പോൾ നമുക്ക് തോന്നും ഇത് ഇന്ന സിംഗർ വന്ന് പാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ മുകളിൽ പോകാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നിയിട്ടാണ് പലപ്പോഴും മാറ്റി പാടിക്കാറ്. താങ്കളുടെ ഏരിയയിൽ താങ്കൾ തന്നെ സൃഷ്ടിച്ചിരിക്കുന്ന പാട്ടുകൾ പാടണം എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട്, അത് രണ്ടുപേരും പാടാം, നമുക്ക് അതുകൊണ്ട് നിർത്താം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് അതായത് ഞാൻ തന്നെ പാടിയാൽ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിത് പാടി നോക്കണമായിരുന്നു, അല്ലെ പാടാൻ സാധിച്ചിരുന്നെങ്കിൽ ഒരു പബ്ലിക് സ്പേസിൽ എന്ന് തോന്നിയിട്ടുള്ള ഒരു പാട്ട് പാടൂ. എനിക്ക് ഹിമമഴയായി എന്നുള്ള പാട്ട്, നീ ഹിമമഴയായി എന്നുള്ള സോങ് നിത്യ എപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഒരു വേർഷൻ, ഞാനത് ട്രാക്ക് പാടിയ വേർഷൻ ശരിക്കും ഭയങ്കര രസമായിരുന്നു, അത് കീപ്പ് ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ പാടുമ്പോൾ ചിലപ്പം നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ അല്ലായിരിക്കും, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അന്ന് അതിൻ്റെ ട്രാക്ക് പാടിയപ്പോൾ ഒരു വേർഷൻ ഉണ്ടായിരുന്നു, ഒരു ഫീൽ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ അത് ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേനെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. നിൻ ഉയിരിനെ അനുദിനം നിഴലുപോൽ പിന്തുടരുവാൻ ഞാനലഞ്ഞിടുമേ, എൻ വെയിലിനും മുകിലിനും അലിയുവാൻ നിൻ മനമിത വെണ്ണിലാവാനമായി ഒരേ വഴിയിലിരാവോളം ഒഴുകി നാം കെടാതെരിയണേ നമ്മളിൽ നിന്നും നീ.
ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടൂ. ഓ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനൊരു ഇത്രയും വലിയ ലെജൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഇത് പാടുന്നത്. അപ്പോൾ എനിക്കും അത് വളരെ ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയാ, വളരെ കാമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആണ് എനിക്കും കഴിഞ്ഞത്. ഞാൻ വളരെ സൂത്തിങ് ആയിട്ട് കേട്ടിരുന്നു സംസാരിക്കുന്നതൊക്കെ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഈ ഒരു ചെറിയൊരു ഷോയിലോട്ട് വന്ന് ഇതിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. കാരണം ഒരുപാട് സന്തോഷം, ഇത്രയധികം ടൈം ആൻഡ് എഫേർട്ട്. കാരണം സമയം എടുത്ത് വരിക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് അതിനെ എന്നും ഞാൻ ബഹുമാനിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഫോർ ദിസ് ഷോ. താങ്ക് യു സോ മച്ച്.